ഹായ് നമസ്കാരം. മല്ലു ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുങ്ങിയിട്ട് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ? ഗുരുവായൂർ അമ്പലത്തിലേക്കാണേ. നമുക്കൊന്നും ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരാം. കുറേ ആയി കണ്ടിട്ട്. ഞാനൊരു സെറ്റിൻ്റെ ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. ഓട്ടോയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഇത് കുന്നംകുളമാണ്. കുന്നംകുളത്ത് നിന്ന് ഓൾമോസ്റ്റ് ഒരു 15-16 മിനിറ്റൊക്കെ യാത്ര ഗുരുവായൂർക്കുള്ളൂ. അങ്ങനെ അല്ലറ ചില്ലറ വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ പിന്നെ ഉള്ളമ്പലത്തിൽ കയറിയിട്ട് ഒരുപാട് കാലമായി. അതേപോലെ അവിടുന്ന് ചോറ് കഴിച്ചിട്ടും കുറച്ചധിക കാലം തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നെല്ലാം കൂടി അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വല്യമ്മയ്ക്ക് അവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാണ്ട് ഉള്ളമ്പലത്തിലും കയറാം, ഫുഡും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോവാണ്. അപ്പോൾ ഇത് ഗുരുവായൂരെത്തി. ഇത് മമ്മിയൂർ ശിവക്ഷേത്രമാണ്. അവിടെ നമ്മൾ ഇറങ്ങിയില്ല, ജസ്റ്റ് ഓട്ടോയിലിരുന്നിട്ട് തന്നെ തൊഴുതു. അപ്പോൾ ഒരു വല്യമ്മ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഗുരുവായൂർ അമ്പലത്തിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വല്യമ്മ. അപ്പോൾ വഴിപാടുകൾ കുറച്ച് വഴിപാടുകളാണ്. അപ്പോൾ അത് ഇനിയും നീട്ടി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. അപ്പോൾ പിന്നെ അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ചു. സത്യത്തിൽ ശ്രീയേട്ടൻ വന്നിട്ടൊക്കെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് വല്യമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ പറഞ്ഞു ഇന്ന് കുഴപ്പമില്ല, ഇന്ന് വരികയാണെങ്കിൽ തൊഴാമെന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഇനി നമുക്ക് വല്യമ്മ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. വേറെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്തു. അപ്പോൾ അയ്യപ്പന്മാരുടെ സീസൺ ഉള്ളൊരു ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു തിരക്കൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ വല്യമ്മ നിൽക്കാൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ വല്യമ്മേനെ കണ്ടു. പിന്നെ ക്ലോക്ക് റൂമിൽ ഫോണും ബാഗും നമ്മൾ ചെരുപ്പൊക്കെ കൊടുത്ത് ഉള്ളമ്പലത്തിൽ കയറി ഫുഡും കൂടിയും കഴിച്ച് എല്ലാ പരിപാടികളും കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് പുറത്തൊക്കെ ഇറങ്ങി. വീണ്ടും തിരിച്ച് വന്നിട്ട് ഫോണും ബാഗും ഒക്കെ കളക്ട് ചെയ്തിട്ടു. പിന്നെ ബാക്കി എടുക്കുന്നത് ഞാൻ അതിന് ശേഷം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വരികയാണ് ഞാൻ ഗുരുവായൂരിൽ നിന്ന് പോകേണ്ട കാര്യം. അപ്പോൾ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് വല്യമ്മയൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി നടക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സൈഡിന് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കല്യാണ മണ്ഡപത്തിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. കല്യാണ മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, അവിടെ അറ്റത്ത് കോർണറിൽ ഒരു വലിയൊരു ഫാൻ ഉണ്ട്. അവിടെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു ഏരിയയ്ക്കൊക്കെ. എന്താണെന്ന് വെച്ചാൽ ഞാനും ശ്രീയേട്ടനും ആദ്യമായിട്ട് കണ്ടത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്. ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ശ്രീയേട്ടൻ വരുന്നു. അങ്ങനെ അതൊരുപാട് മെമ്മറീസ് ഉള്ളൊരു ഏരിയ ആണ്. ഗുരുവായൂർ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവാൻ കാരണം ഞങ്ങളുടെ ലൈഫുമായി ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം. ഞങ്ങൾ ഫസ്റ്റ് കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. ഒരുപാട് സ്റ്റോറികളുണ്ട്. അതൊക്കെ പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും ഞങ്ങൾ പറയണ്ട കേട്ടോ. അങ്ങനെ തൊഴൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഗുരുവായൂരപ്പനെ നന്നായി തൊഴാൻ പറ്റി. നല്ല ഭംഗിയായിട്ട് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നാട്ടിലെ ആൾക്കാരെയൊക്കെ കാണാം അല്ലേ, കാരണം ഗുരുവായൂരമ്പലം അത്രയും ഫേമസ് ആണല്ലോ. അതുപോലെ നമ്മൾ വീട് എവിടെയാണെന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ കുന്നംകുളമാണ് വീട് എന്ന് പറഞ്ഞാൽ ഉടനടി തിരിച്ച് ചോദിക്കുന്നതാണ് ഗുരുവായൂരമ്പലത്തിൻ്റെ അടുത്താണോ എന്നുള്ളത്. സത്യമാണ്, അതൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഗുരുവായൂർ. ഈ ഒരു സ്പേസ്, ഈ ഒരു ഏരിയ ഫോട്ടോസിലൊക്കെ ഭയങ്കര ഫേമസ് ആല്ലേ. അത് അവിടെ വേറൊരു ഫീലാണ്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും ഓരോ കാഴ്ചകളൊക്കെ കണ്ട് വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു സുഖമല്ലേ. അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. പ്രത്യേകിച്ചും ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ അതൊരു വേറെ തന്നെ ഫീലാണല്ലേ. അത് നമ്മളെപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ചിലപ്പോൾ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, എന്നിരുന്നാലും വെറുതെ ഇങ്ങനെ ഇതേ കൂടെ ഇങ്ങനെ നടക്കാറുണ്ട്. അതും ഒരു ഫീലാണ്. സന്ധ്യയ്ക്കൊക്കെ വരുമ്പോൾ നല്ലൊരു എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തു. അമ്മയും വല്യമ്മയും കൂടി സംസാരിക്കുന്നുണ്ട്, ഞാനതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കണമെന്നൊന്നും അവർ കണ്ടില്ല കേട്ടോ. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും എനിക്ക് കടയിൽ കയറണം, കുപ്പിവെള്ളം കുറച്ച് വാങ്ങണം. അതും കരിവള ഉണ്ടല്ലോ, നിർബന്ധമായി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഗുരുവായൂരപ്പന് കൊടുക്കുന്ന ഒരു വഴിപാടുണ്ട്. കൂവളമാലയും അതേപോലെ തന്നെ പട്ടും കദളിപ്പഴവും താമരമുട്ടും. ഇതെല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ നടയിൽ വെക്കാൻ ഞാൻ വഴിപാടായി കൊടുക്കാറുണ്ട്.
ഞാൻ ഇന്നും മേടിച്ച് കൊടുത്തു, പക്ഷേ ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ മൊബൈലൊക്കെ വെച്ചതിന് ശേഷമാണ് അത് മേടിച്ചത് നേരെ കയറാൻ വേണ്ടി. അങ്ങനെ ഞാൻ കുറച്ച് കുപ്പിവെള്ളയും 2-3 ക്ലിപ്പൊക്കെ മേടിച്ചു. എല്ലാം കഴിഞ്ഞു, തൊഴുതു. ഹാപ്പി ഒരു ദിവസമായിരുന്നു, മനസ്സറിഞ്ഞ് തൊഴുതു. എല്ലാം കഴിഞ്ഞു, ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നു, വഴിപാടുകളൊക്കെ കഴിച്ചു. തിരിച്ചിനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഗുരുവായൂർക്കുള്ള യാത്രയായിരുന്നു, അവിടുത്തെ കാഴ്ചകളായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.